എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസാപ്പൂ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ റോസാപ്പൂ കൂടെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ. എതിൽ പറിച്ചെടുക്കൽ കുറച്ച് പണിയാണ്, നമുക്കത് വേഗം ചെയ്യാം. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കാം നമുക്ക്. നമ്മുടെ റോസാപ്പൂവിൻ്റെ എതളുകൾ നമ്മൾ കുറച്ച് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എതളുകളുടെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് വീണ്ടും നമുക്ക് എതളിടാം. ഇനി അടുത്ത ലെയർ ഇതുപോലെ പഞ്ചസാര ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഇതുപോലെ എതളുകളും കറക്റ്റായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് എതൾ തീരുന്നവരെ ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. വരട്ടി ഇതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്, അത് കറക്റ്റായിട്ട് മാറും. ഈ പഞ്ചസാരയ്ക്കകത്ത് നല്ല രീതിയിൽ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അച്ചുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നുകൂടെ നമുക്കിത് അങ്ങോട്ട് വരട്ടിയെടുക്കട്ടെ, ഈ നെയ്ക്കകത്തും കൂടി ഇട്ട്. അപ്പോൾ അങ്ങനെ ഇളക്കി ഇളക്കി അത് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാലിനകത്തൊക്കെ നമ്മുടെ റോസാപ്പൂ കിടന്ന് വെന്തിട്ടുണ്ടല്ലോ, വേറെ മൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പീര റോസ്റ്റ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുത്ത കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നെയ്ക്കകത്ത് വറുത്തെടുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചാൽ കേട്ടോ. ഓഹോ, ഏലക്ക ഇട്ടപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റോസാപ്പൂ പായസം എന്തേ നല്ല കിഡുമായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അടപ്രഥമനാന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ഒരു എന്താ പറയുക, റോസാപ്പൂ ആണെന്നേ ആരും പറയില്ല, അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് 2 പപ്പടം അങ്ങോട്ട് നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് വെക്കാം. 2-3 എന്നിട്ട് ഇതങ്ങോട്ട് പൊടിക്കുക. എന്നിട്ട് ഇരിയുന്നുണ്ടല്ലോ നമ്മുടെ നട്ട്സും ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് പായസത്തിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. എൻ്റെ മോനെ, എന്നിട്ട് പേരിന് വേണേൽ 2 പപ്പടം കൂടെ വെക്കാം. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ പപ്പടവും കൂട്ടി അങ്ങോട്ട് കുഴയ്ക്കണത്. ചൂട് ചൂട് ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയാൻ തുടങ്ങി. ചൂടിടാം. എന്നാ ആവി പറക്കുന്ന പായസം എന്നൊക്കെ കൈ പൊള്ളുന്നടാ, കൈ പൊള്ളുന്ന അന്ന് ഞാൻ കഴിച്ചു എന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പം നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ആൾക്ക് കൊടുത്താൽ അറിയാത്ത റോസാപ്പൂ പായസമാണ്, അല്ലാണ്ട് ഒരാൾക്ക് കൊടുത്താൽ ഒരിക്കലും പറയില്ല ഇത് റോസാപ്പൂ പായസമാണ്.